ഒരു സൗകര്യം ആ വഴിക്ക് കൂടിയേ കുറച്ച് ഒരു വഴി കൊടുത്തേ അത് നടക്കൂല. ഒന്നുകൂടെ ഒന്നുകൂടെ ആടുന്നല്ലേ സാർ വഴി അയ്യേ വേണ്ട ഇത് കാണിച്ചോട്ടെ. തന്റെ അവസാന നാളുകളിൽ കർമ്മവിരുദ്ധനായി സമൂഹത്തിലെ അദ്ദേഹം
ഇതുവരെയും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾ നമുക്കെല്ലാം സ്വായത്തമാക്കാൻ വേണ്ടി പറ്റുന്ന ഒട്ടനവധി കാര്യങ്ങൾ എന്നുള്ളൊരു യാഥാർത്ഥ്യം. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും പൊതുരംഗത്തുമെല്ലാം വലിയ നഷ്ടമാണ് ആ വേർപാടിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ളത്. നമ്മളെ എല്ലാം വിട്ടുപോയി. അദ്ദേഹത്തിൻ്റെ ഈ വേർപാടിൽ ദുഃഖിക്കുന്ന സമൂഹമാണ് അനുശോചന യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇവിടെ നിൽക്കുന്നത്. എനിക്ക് നമുക്കറിയാം ഈ വിഷയം സംബന്ധിച്ച് ഇവിടെ ആരോടും ഇവിടെ കൂടിയിരിക്കുന്ന ഇന്ന് അവസാനിപ്പിച്ചിരിക്കുന്ന അനീഷൻ നമുക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഈശ്വരതുല്യമായ മനുഷ്യനാണ്. കാരണം ഞാൻ വേദനയോടെ പറയുന്നു, രാത്രി 12 മണിക്ക് AKG ഹോസ്പിറ്റലിൽ ഒരാളിന് ബ്ലഡ് കൊടുക്കേണ്ട സമയത്ത് ആഹാരം കഴിക്കാതെ എന്നെയും കൂട്ടി 11 പേരെയും കൂട്ടി അവിടെ ചെന്നിട്ട് ബ്ലഡ് കൊടുത്തിട്ട് രാത്രി 2 മണിക്ക് ബന്നും ചായയും കഴിച്ചിട്ട് തിരിച്ചു വന്ന സംഭവമുണ്ട്. അദ്ദേഹം ആഹാരം കഴിക്കാതെ പോയത് ഞങ്ങളും അദ്ദേഹത്തിൻ്റെ കൂടെയാണ്. കൂടെ വന്ന ആളിന് അല്ലെങ്കിൽ അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരു രോഗിക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ട്. അവരൊരു ചായ വാങ്ങി തരാമെന്ന് പറഞ്ഞപ്പോൾ പോലും സ്വന്തം കീശയിൽ നിന്ന് ചായ വാങ്ങി കുടിച്ച് ബ്ലഡും കൊടുത്തിട്ട് അന്ന് വന്ന ആ ഒരു പൊതുപ്രവർത്തകരെ നമുക്കൊന്നും പൊതുസമൂഹത്തിൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുകയില്ല. കാരണം പുള്ളിയുടെ മാതൃകയിലാണ് നമ്മളൊക്കെ പോയിട്ടുള്ളത്. കാരണം അദ്ദേഹം ചെയ്ത ആ ഒരു മാതൃക ഇന്ന് പൊതുസമൂഹത്തിന് ഇനി ആർക്കും തന്നെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതുപോലെ മറ്റുള്ളവരുടെ ജീവന് നമ്മളെ കൊണ്ടൊന്നും ഒരു രാത്രിയിൽ ഒരു പാതിരാത്രിക്ക് 2 മണിക്കൊന്നും വിളിച്ചാൽ എണീറ്റ് പോകാൻ പറ്റില്ല. കാരണം അദ്ദേഹം എണീറ്റ് കഴിഞ്ഞാൽ അദ്ദേഹത്തിനോടൊപ്പം വരുന്ന ആരൊക്കെയാണോ അവരെയൊക്കെ വിളിച്ചു കൊണ്ടുപോയി ഓരോ മനുഷ്യൻ്റെയും ജീവൻ വലുതാണ് എന്ന് വിലകൽപ്പിച്ചുകൊണ്ട് ജീവിച്ച ഒരു പൊതുപ്രവർത്തകനാണ്. അദ്ദേഹത്തിന് ഇവിടെ നഷ്ടമായത് നമുക്കും നമ്മുടെ ഈ മേഖലയ്ക്കും വളരെയധികം നഷ്ടം തന്നെയാണ്. അദ്ദേഹത്തോടും കുടുംബത്തോടും എൻ്റെയും എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അനുശോചനത്തെ പെട്ടോടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ബ്ലഡ് ഡോണേഴ്സ് യൂത്ത് കൂട്ടായ്മയുടെ പ്രവർത്തകർ വളരെ ദുഃഖത്തിലാണ്. കാരണം ഞങ്ങളെയൊക്കെ കൈപിടിച്ച് വളർത്തി മുന്നോട്ട് കൊണ്ടുവന്ന് ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കാനുമൊക്കെ സഹജീവികൾക്ക് വേണ്ടി പങ്കുവെച്ചൊരു മനുഷ്യൻ, നമ്മുടെ എല്ലാ അനുഭവത്തിൽ അത്തരൊരു മനുഷ്യൻ എന്നെ സംബന്ധിച്ചത് ആദ്യമാണ്. ഞങ്ങളുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ചത് ആദ്യമാണ്. അർഹരായവരിലേക്ക് ഭക്ഷണമായിട്ടും വസ്ത്രമായിട്ടും മരുന്നായും താങ്ങായും തലോടലായും ജീവിത ഉപാധിയായും ഒക്കെ കടന്നു ചെന്നൊരു മനുഷ്യൻ. പ്രളയകാലത്തും അതുപോലെ കൊറോണ കാലത്തും മറ്റ് ദുരന്ത മുഖങ്ങളിലും എവിടെയൊക്കെ മനുഷ്യന് ആവശ്യമുണ്ടോ അവിടെയൊക്കെ ഓടിയെത്താൻ പറ്റുന്ന ഒരു ദൈവതുല്യനായ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മരണമില്ല. അദ്ദേഹം തെളിച്ച ആ നന്മ പ്രവൃത്തിയുടെ മനുഷ്യ സ്നേഹത്തിൻ്റെ പാതയിൽ നമ്മളെപ്പോലെ ധാരാളം ആളുകൾ ഇനിയും ഉണ്ടാകുമെന്നുള്ളൊരു പ്രത്യാശയാണ് ഇവിടെ കൂടിയിരിക്കുന്നവരുടെ എല്ലാ വാക്കുകളിൽ തെളിഞ്ഞു കാണുന്നത്. നിങ്ങളോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടുള്ള അനുശോചനം അറിയിക്കുകയാണ്. എല്ലാ പ്രവർത്തനങ്ങളിലും നമുക്ക് നല്ലൊരു വഴികാട്ടിയായിട്ടും എന്താവശ്യത്തിന് ഏത് സമയത്ത് വെച്ചാൽ എന്നാലും ആരെയും നോക്കാതെ എല്ലാവർക്കും വേണ്ടി ഒരുപാട് ഓടിയ എല്ലാവരും ഇത് രക്ഷിക്കാൻ ഒരു ദൈവത്തിൻ്റെ പ്രാർത്ഥന, ദൈവത്തിൽ പ്രാർത്ഥിക്കാൻ നമ്മളൊന്നും വിളിക്കാത്ത നമ്മൾ ശരിക്കും പറഞ്ഞ ഒരുപാട് എടുക്കാതെ ദൈവമായ ദൈവത്തിനെ രക്ഷിക്കാൻ ദൈവത്തിന് സാധിച്ചില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. കൂടുതലൊന്നും പറയാം. നമ്മുടെ നാടിൻ്റെ എല്ലാവരും
എല്ലാവരും 1 മിനിറ്റ് മൗനമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, അജീഷ് ചേട്ടനെ കുറിച്ചിട്ട് നമുക്ക് ആർക്കും പറയേണ്ട കാര്യമില്ല. നാടിൻ്റെ സമസ്ത മേഖലകളിലും ഓടിയെത്തുന്ന ഒരാളാണ്. ആളുകളൊക്കെ ഓരോ കിഴിവ് കഴിഞ്ഞ് മാറുമ്പോഴും അദ്ദേഹം ഈ കരുവഞ്ചാൽ പ്രദേശത്തു നിന്നും കണ്ണൂരിലൊക്കെ വന്നിട്ട് പ്രവർത്തനം നടത്തുമ്പോൾ നമ്മളൊക്കെ വളരെ ആശ്ചര്യത്തോട് നോക്കി നിൽക്കും. വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങളങ്ങനെ ആദ്യമായി കാണുന്നതെന്ന ബ്ലഡ് ഡൊണേഴ്സ് കേരളയെ ബന്ധപ്പെട്ടിട്ട് ഒരു 90 യൂണിറ്റ് ഒരു സ്ത്രീക്ക് കൊടുത്തുകൊണ്ട് 90 യൂണിറ്റ് വേണം ബ്ലീഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ട്. രാപ്പകലില്ലാതെ ആളുകൾ അതിനുവേണ്ടി ഓടി നടക്കും. നമ്മുടെ അജീഷ് ചേട്ടൻ്റെ നേതൃത്വത്തിൽ നമ്മളൊക്കെ അവിടെ നിന്ന് ക്യാമ്പ് ചെയ്തിട്ടാണ് ആ 4 ദിവസം ആ 90 യൂണിറ്റ് ആ സ്ത്രീക്ക് കൊടുത്ത ആ സ്ത്രീ മരണപ്പെടുകയും ചെയ്തു. പക്ഷേ ആ സമയത്ത് അവിടെ വന്ന് രാവും പകലും നോക്കാതെ ഞങ്ങളെ കൂടെ നിന്ന് അവിടെ തന്നെ താമസിച്ച് നിന്ന് പ്രവർത്തിച്ച നല്ലൊരു അനുഭവം അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. ഒരു സാമൂഹ്യ പ്രവർത്തകൻ എങ്ങനെയായിരിക്കണം എന്നുള്ള ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹം പ്രവർത്തിക്കുന്ന മേഖലകളിൽ കൃത്യമായി കണിശതയുണ്ടാവും. പറയേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമായി പറയും. ചെയ്യേണ്ട കാര്യങ്ങളിൽ ആദ്യം അദ്ദേഹം മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് എല്ലാ കാര്യത്തിലും നേതൃത്വം കൊണ്ട് ചെയ്തിട്ട് മാത്രമേ അദ്ദേഹം മറ്റൊരാളോട് പറയാറുള്ളൂ. ഒരാളിൽ നിന്ന് ഒരു പ്രതിഫലവും, ഒരു ചായ പോയിട്ട് ഒരു പുഞ്ചിരി പോലും ആഗ്രഹിക്കാത്ത നിസ്വാർത്ഥ സേവകനാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗം കുടുംബത്തൊന്ന പോലെ ബ്ലഡ് ഡൊണേഴ്സ് കേരളക്കും വിലമതിക്കാൻ പറ്റാത്തതാണ്. കുടുംബത്തിൻ്റെയും നാടിൻ്റെയും ദുഃഖത്തിൽ ബ്ലഡ് ഡൊണേഴ്സ് കേരളയും പങ്കുചേരുകയാണ്, അനുശോചനം അറിയിക്കുകയാണ്. എന്താ പറയാൻ, അജീഷുമായിട്ടുള്ള പ്രവർത്തനം ബന്ധം തുടങ്ങുന്നത് യുവജന സംഘടനാ പ്രവർത്തനം തുടങ്ങുകയാണ്. ഒരുപാട് ഭാവനകളുള്ള ഒരു ചെറുപ്പക്കാരൻ. ഇപ്പം ഏറ്റവും അവസാനം നമുക്കറിയാം, അമ്പലവുമായി ബന്ധപ്പെട്ടൊരു സമ്മാന പദ്ധതി ഞങ്ങൾ ആസൂത്രണം ചെയ്യും. യോഗ വാർത്തയാണ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു കടലിൻ്റെ നടുക്ക് ഉണ്ടാക്കിയിട്ട് ആ കപ്പൽ അവിടെ വെച്ചിട്ട് കപ്പിത്താൻ പോയ ഒരവസ്ഥയിലാണ് ഞങ്ങളുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ആ നടന്ന പ്രവർത്തനം പൂർത്തിയാക്കാൻ ഇനി നിങ്ങൾ ഓരോരുത്തരും, നിങ്ങൾക്കറിയാം 100-600ഓളം ആളുകൾ ആ സമ്മാന പദ്ധതിയിലുണ്ട്. അപ്പോൾ അത് പൂർത്തിയാക്കണം. ഞങ്ങൾക്ക് അജീഷിൻ്റെ സ്വപ്നം ഇതിനെ സാക്ഷാത്കരിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാകണം. ആ കുടുംബത്തോടൊപ്പം ഞങ്ങളോടൊപ്പം ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അജീഷിൻ്റെ ആ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. സംഘടനയുടെ പ്രതിനിധി അജീഷ് ചേട്ടനായിട്ട് ഏതാണ്ട് 8 വർഷമായി ദേശീയ മനുഷ്യാവകാശ സംഘടനയിൽ കണ്ണൂർ ജില്ലാ ഭാരവാഹിയായിട്ട് സംസ്ഥാന തലത്തിൽ ഭാരവാഹിയായിട്ട്, അതുപോലെ തന്നെ അജീഷ് ചേട്ടൻ്റെ പ്രവർത്തനം കണ്ടുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് നിങ്ങളും ഞങ്ങളുടെ കൂട്ടാളികളും മുന്നോട്ട് പോയത്. എന്നാലും പരിഹാരത്തൊക്കെ ഒരു യൂണിറ്റ് ബ്ലഡ് വേണം എന്ന് പറയുമ്പോൾ തന്നെ ഒരു മടിയും കൂടാതെ അത് ഞാൻ റെഡി ആയിക്കോളും, നിങ്ങളൊന്നും നോക്കണ്ട. അതുപോലെ കുടുംബത്തിന് നഷ്ടപ്പെട്ടു ഈ വലിയൊരു നഷ്ടം, നാട്ടുകാർക്കാരും എല്ലാവരും നഷ്ടം. അത് ഈ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുവയ്ക്കും. നമുക്കറിയാം പഴയ വാക്കുകൾ കാരണം ചെറുപ്പത്തിൽ തന്നെ പ്രതീക്ഷയോടെ വളർന്നു വന്നു. നമ്മുടെ എന്താവശ്യത്തിനും ഓടിയെത്താൻ കാര്യത്തിലൊക്കെ എപ്പോഴായാലും ഉണ്ടാവും. ആ ജ്യേഷ്ഠ വിയോഗം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഞാനുള്ള അതേപോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും താങ്ങാനാവാത്ത ഒരു വേർപാടായി കാണുകയാണ്. സുഹൃത്തിൻ്റെ വേർപാടിൽ കുടുംബത്തിന് വേണ്ടി എല്ലാവരെയും വിസ്തരിച്ചുകൊണ്ട് കണ്ണൂർ ട്രോമാ കെയർ സൊസൈറ്റി രൂപീകരിക്കുന്ന ആ സമയം മുതൽ നല്ലൊരു മനുഷ്യൻ എന്തിനാ ദൈവം ഇങ്ങനെ വേഗം എടുക്കുന്നെന്നുള്ളതാണ്. ഇത്ര നല്ല നന്മ ചെയ്ത മനുഷ്യൻ
നമുക്കൊന്ന് ശരിക്കും ആലോചിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം ഓരോ കാര്യവും ഫോൺ വിളിച്ച് അറിയിക്കുമ്പോഴൊക്കെ വളരെ സൗമ്യമായി വളരെ നല്ല രീതിയിലെ കാര്യം ലക്ഷക്കണക്കിന് രൂപയുടെ ഹോസ്പിറ്റൽ ബില്ല് പോലും അദ്ദേഹത്തോട് വിളിച്ച് പറഞ്ഞാൽ അദ്ദേഹം എങ്ങനെയാണ് സംഘടിപ്പിക്കുന്നത് ദൈവത്തിനെ അറിയുള്ളൂ. കൂടെയുണ്ട്. എനിക്കൊന്നേ പറയാനുള്ളൂ, അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അമ്മക്കും ഇത് താങ്ങാനുള്ള ശക്തി കൊടുക്കണേ ദൈവമേ എന്ന് ഞാൻ 5 പേര് പ്രാർത്ഥനയിലുണ്ട്. എല്ലാവരും അമ്മയ്ക്ക് അനുശോചനം അറിയിച്ചു. വായനശാലയായിട്ട് പ്രവർത്തനത്തിൽ സജീവമായി കട്ടയം നവചന്ദ്ര വായനശാലയുടെ നമ്മൾ പിലാത്ര